ലീലോ ആൻഡ് സ്റ്റിച്ചിൻ്റെ OTT റിലീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ OTTയിലാണ് കണ്ടത്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ആക്ച്വലി ഇത് ഒരു ഡിസ്നി സിനിമയാണ്, അല്ലെങ്കിൽ ഇത് പിള്ളേർക്കുള്ള സിനിമയാണ് എന്ന് വിചാരിച്ച് കാണാതിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഒപ്പീനിയൻ പറയുന്നതായിരിക്കും നല്ലത്. ഇത് പിള്ളേർക്കുള്ളതാണോ, ഇത് നമ്മൾ കണ്ടു കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളത്. ആക്ച്വലി അങ്ങനെ പിള്ളേർക്കെന്ന് പറഞ്ഞൊരു സിനിമയല്ല, എല്ലാവർക്കും എല്ലാ സിനിമകളും കാണാം. ഈവൻ ഈ സർട്ടിഫൈഡ് അതല്ല 18+ സിനിമകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ടുള്ള സിനിമ ആർക്ക് വേണമെങ്കിലും കാണാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അത്ര മോശം സിനിമയൊന്നുമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊരു ഒറിജിൻ സിനിമയായിട്ടാണ്, ഒരു ഒറിജിൻ ലൈവ് ആക്ഷൻ സിനിമയായിട്ടാണ് ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ലീലോ ആൻഡ് സ്റ്റിച്ച് ഈ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ഇതിൻ്റെ സിനിമകളും സീരീസൊക്കെ ഓൾറെഡി അനിമേഷൻ റിലീസ് ആയിട്ടുണ്ട്. 2002 2005 ഒക്കെ ആയിട്ട് ഇതിൻ്റെ 2 സിനിമയും സീരീസൊക്കെ റിലീസ് ആയിട്ടുണ്ടാവും. സ്റ്റോറി പ്രത്യേകിച്ച് സ്പോയിൽ ചെയ്യാനായിട്ടൊന്നുമില്ല. ലീലോ എന്ന് പറയുന്നത് ഒരു ഹവായൻ ഗേളാണ്, ഒരു ഭയങ്കര മെസ്ഡ് ഫാമിലി, അതായത് അച്ഛനും അമ്മയും മരിച്ചുപോയ ചേച്ചിയുടെ കൂടെ ജീവിക്കുന്ന ഒരു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം അതാണ് ലീലോ എന്ന് പറയുന്നത്. സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഏലിയനാണ്. ഈ ഒരു ഏലിയനെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അൾട്ടിമേറ്റ് ഡിസ്ട്രക്ഷൻ വെപ്പൺ എന്നുള്ള രീതിയിലാണ്, അതായത് എന്തും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര പവർഫുൾ സാധനം എന്നുള്ള രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ സ്റ്റിച്ച് ആ ഒരു പ്ലാനറ്റിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതും, അങ്ങനെ സ്റ്റിച്ചിനെ പിടിക്കാനായിട്ട് ഇതിൻ്റെ സയൻറ്റിസ്റ്റും പിന്നെ വേറൊരു ഏലിയനും കൂടെ എർത്തിൽ വരുന്നതുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ എർത്തിൽ വന്ന സ്റ്റിച്ച് ലീലോയുടെ പെറ്റായിട്ട്, ലീലോ ഒരു പട്ടിക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും, പിന്നെ ഇവർ തമ്മിലൊരു ഭയങ്കര ഒരു ഫാമിലി ബോണ്ട് ഉണ്ടാകുന്നതും ഒക്കെയാണ്. അതായത് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ലീലോയും ഭയങ്കര എക്സ്ട്രീംലി ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം സ്റ്റിച്ചിൻ്റെ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള 2 പിള്ളേർ അവരുണ്ടാക്കുന്ന കുറേയധികം മെസ്സുകളൊക്കെയാണ്. അപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്ന ഈ ലീലോൻ്റെ സിസ്റ്ററും പിന്നെ കുറേയധികം മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. പിന്നെ ഈ ഏലിയൻസ് ഇവിടെ വന്നുണ്ടാകുന്ന ബസ്സുകളും, ഇവിടെ ഇങ്ങനെ ഏലിയൻ ആക്ടിവിറ്റി ഉണ്ടെന്ന് അറിയുന്ന കുറേയധികം ഏജൻസി, അങ്ങനെ പരിപാടികളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. അപ്പം പിന്നീട് എന്തായിരിക്കും ലീലോയ്ക്കും സ്റ്റിച്ചിനും സംഭവിക്കുന്നത്, ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നുള്ള രീതിയിലൊക്കെ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു ഡിസ്നി സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി എൻഡിങ് മോഡിലാണ് സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് എവിടെയും ബോറടിപ്പിക്കില്ല. കാരണം സ്റ്റിച്ചും ലീലോ ആയിട്ടുള്ള ഒരു കോമ്പോസിന് ഭയങ്കര കെമിസ്ട്രിയാണ്. ഭയങ്കര കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടിലൻ കെമിസ്ട്രിയാണ്. പിന്നെ ഈ പറയുന്ന സ്റ്റിച്ച് ഒരു അനിമേഷൻ അല്ലെങ്കിൽ ഒരു CGI ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഒറിജിനൽ എന്താണ് ഒരു ക്രീച്ചർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡിസ്നിയുടെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിസ്നിക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തൊരു സിനിമയാണ്. അവസാനം ഇറങ്ങിയ സ്നോ വൈറ്റിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അട്ടർ ഫെയിലിയർ ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു നല്ല സിനിമയായിട്ടാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ പറയുന്ന ബോക്സ് സപ്പോർട്ട് പരിപാടികളൊന്നും ഇല്ലാണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഒപ്പീനിയൻ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ.